ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യങ്ങൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ അലീന വീട്ടിൽ നിന്ന് പോകാൻ തീരുമാനിച്ചതിന് ബബിതയ്ക്ക് നല്ല വിഷമമുണ്ട്. അങ്ങനെ ബബിത എങ്ങനെയെങ്കിലും അലീനയുടെ യാത്ര തടയണമെന്ന് തന്നെ കരുതുകയാണ്. അതിന് അച്ഛൻ പറഞ്ഞിട്ട് പോലും അലീന ചേച്ചി ഇവിടുന്ന് പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. എന്തായാലും മനുവേട്ടനെ ഒന്ന് വിളിച്ച് പറഞ്ഞു നോക്കാം. മനുവേട്ടൻ പറഞ്ഞ ഒരുപക്ഷെ ചേച്ചി അനുസരിച്ചാലോ എന്ന് കരുതി മനുശങ്കറിനെ ബബിത ഫോൺ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ചേച്ചി ഇവിടുന്ന് പോകുന്ന കാര്യം മനുവേട്ടൻ അറിഞ്ഞായിരുന്നോ? ചേച്ചി അച്ഛൻ്റെ മകളല്ലെന്നും ഒക്കെ പറയുന്നു. മനോട്ടിന് ഈ കാര്യം അറിയാവുന്നൊക്കെ ബബിത മനുഷ്യങ്കരനോട് ചോദിക്കുന്നുണ്ട്. മനുഷ്യങ്കർ പറയും എനിക്കറിയാമായിരുന്നു, എന്നിട്ട് എല്ലാവരും ചേർന്ന് ഞങ്ങളെ 3 പേരെയും പറ്റിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചോദിക്കും അത് നിങ്ങളുടെ അച്ഛൻ തന്നെയാണ് അലീന സ്വന്തം മകളാണെന്നുള്ള കാര്യം പറഞ്ഞത്. പക്ഷേ അങ്കിൾ എന്നോട് പറഞ്ഞിരുന്നു അലീന സ്വന്തം മകളല്ലെന്നും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അലീന അവിടുന്ന് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങളുടെ അമ്മയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയാണ്. അതല്ലാതെ ഒരു കാരണവശാലും വൈജയന്തി അങ്ങോട്ട് വരത്തില്ലെന്ന് മനുഷ്യങ്കർ പറയുന്നുണ്ട്. മനുവേട്ടൻ വിചാരിച്ച ഒരുപക്ഷെ അലിന ചേച്ചി ഇവിടുന്ന് പോകാതിരിക്കും. മനുവേട്ടനൊന്ന് അലിന ചേച്ചിയോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമാണ് ചേച്ചി ഇവിടുന്ന് പോകുന്നത്. ചേച്ചി ഇവിടുന്ന് പോയാൽ പിന്നെ ഇതൊരു വീടായിരിക്കത്തില്ലെന്നൊക്കെ വിവിധ വിഷമത്തോടുകൂടി മനുഷ്യങ്ങൾക്കൊക്കെ പറയുന്നുണ്ട്. നീ വിഷമിക്കേണ്ട, ഞാൻ എന്തായാലും അലീനയെ വിളിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞ് അലീനയെ മനുഷ്യങ്കർ ഫോൺ വിളിക്കുന്നുണ്ട്. എന്താ മനുവേട്ട പതിവില്ലാതെ ഈ സമയത്ത് വിളിച്ചത്? അത് വിശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് നിന്നെ വിളിക്കാൻ പാടുള്ളൂ എന്ന് ചോദിക്കും. അല്ല, പതിവില്ലാതെ വിളിച്ചുകൊണ്ട് ചോദിച്ചാന്ന് പറയാം. അത് ഞാനിവിടുന്ന് പോകുന്ന കാര്യം അറിഞ്ഞുകൊണ്ട് വിളിച്ചാണെന്ന് ചോദിക്കും. നീ അത് തീരുമാനിച്ചു എന്ന് പറയും. അത് മനുവേട്ട ഞാൻ പറഞ്ഞില്ലേ, എനിക്കിനി അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ ഇവിടുന്ന് പോയാൽ മാത്രമേ മേഡം ഇങ്ങോട്ട് വരത്തുള്ളൂ. ഞാനിവിടെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും മേഡം ഇങ്ങോട്ട് വരാൻ തയ്യാറാവില്ല. അന്ന് തന്നെ ഞങ്ങൾ മേഡത്തിനെയും കൂട്ടിക്കൊണ്ട് വരാമെന്നാണ് കരുതിയത്. പക്ഷേ ഞാനുള്ളതുകൊണ്ടാണ് അവരുടെ കൂടെ വരാഞ്ഞത്. ഞാൻ കാരണം ഒരിക്കലും രോഹിത്തിനും ബബിതയ്ക്കും കൃഷ്ണമോൾക്കും അവരുടെ അമ്മയെ നഷ്ടമാവരുത് എന്നൊക്കെ മനുഷ്യങ്കരനോട് പറയും. മനുഷ്യങ്കർ പറഞ്ഞിട്ടും അലീനയുടെ തീരുമാനത്തിൽ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. അത് കഴിഞ്ഞിട്ട് ബാലചന്ദ്രനെ കാണാൻ വേണ്ടി നമ്മുടെ ഗോവർദ്ധനൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഗോവർദ്ധൻ വന്നിട്ട് ബാലചന്ദ്രനോട് സംസാരിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ എല്ലാ സത്യങ്ങളും ഗോവർദ്ധനോട് പറയുന്നുണ്ട്. അലീന തൻ്റെ സ്വന്തം മകളല്ലെന്നും അവളെയും എന്നെയും എല്ലാവർക്കും സംശയമായിരുന്നു. ആ സംശയം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അവൾ എൻ്റെ മകളാണെന്നും എനിക്ക് വിവാഹത്തിന് മുമ്പ് ജനിച്ച മകളാണെന്നുള്ള ഞാൻ കള്ളം പറഞ്ഞെന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് ഗോവർദ്ധൻ പറയും അത്രയും വലിയൊരു കള്ളം എല്ലാവരോടും പറയണമായിരുന്നു ബാലേട്ടാന്ന് പറയും. വേണം, അവളെ രക്ഷിക്കാൻ എനിക്ക് ആ സമയത്ത് അങ്ങനെ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ ഗോവർദ്ധൻ എന്ന് പറയും. പിന്നെ ഇപ്പോൾ ഞാൻ ഗോവർദ്ധനെ വിളിച്ചത് നമുക്കൊരു യാത്ര പോകണം. എങ്ങോട്ടാ ബാലേട്ടാ? അത് ഞാൻ പോകുന്ന വഴിക്ക് പറയാം. ഇച്ചിരി ദൂരയാത്രയാണ്, 1-2 ദിവസം എടുക്കും നമ്മൾ തിരിച്ചു വരാൻ എന്ന് പറയും. ഈ യാത്ര അലീനയ്ക്ക് വേണ്ടിയാണെന്ന് ചോദിക്കും. അതെ, അവൾക്ക് വേണ്ടി തന്നെയാണ് ഈ ഒരു യാത്ര. എനിക്കൊരു അന്വേഷണമുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ്. ഒറ്റയ്ക്ക് എന്തായാലും എനിക്ക് പോകാൻ കഴിയില്ല, അതാണ് ഞാൻ ഗോവർദ്ധനെയും കൂടെ കൂട്ടുന്നതെന്ന് ചോദിക്കും. തനിക്ക് ബുദ്ധിമുട്ടും അസൗകര്യമൊന്നും ഇല്ലല്ലോ? ബാലേട്ടൻ്റെ കൂടെ വരുന്നതിന് എനിക്കെന്ത് അസൗകര്യമാണെന്ന് പറയും. ശരി, എങ്കിൽ നമുക്ക് നാളെ തന്നെ ഇവിടുന്ന് പോകണമെന്ന് പറയും. പിന്നെ താൻ താഴോട്ട് ചെല്ലുമ്പോൾ നമ്മൾ തമ്മിൽ എന്താണ് സംസാരിച്ചതെന്ന് അലീന എന്തായാലും ചോദിക്കും. ഈ ഒരു കാര്യത്തെക്കുറിച്ചൊന്നും ഒന്നും പറയരുതെന്ന് പറയും. ഇല്ല ബാലേട്ടാന്ന് പറയും. അങ്ങനെ ഗോവർദ്ധൻ വരുന്നത് നോക്കിക്കൊണ്ട് അലീന താഴെ നിൽക്കുകയാണ്. പറഞ്ഞതുപോലെ തന്നെ ചോദിക്കും എന്തായിരുന്നു ഇത്രയും നേരം ഒരു ചർച്ച രണ്ടുപേരും തമ്മിൽ? അത് ഞങ്ങൾ വെറുതെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചതാന്ന് പറയും. അത് എന്നോട് പറയരുതെന്ന് അച്ഛൻ പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല, അത് കുറച്ച് കോൺഫിഡൻഷ്യലാണെന്ന് പറയും. ഞങ്ങൾക്കൊരു യാത്ര പോകാനുണ്ടെന്ന് പറയും. ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ, നാളെ തന്നെ പോകുമെന്ന് പറയും. അതെന്താ ഇപ്പോൾ പെട്ടെന്നൊരു യാത്ര? അതിൻ്റെ ആവശ്യമുണ്ടെന്ന് പറയും. അതും എന്നോട് പറയത്തില്ലയോ എന്ന് ചോദിക്കും. അത് ബാലേട്ടനെ അറിയത്തുള്ളൂ യാത്രയെക്കുറിച്ചൊക്കെ. അലീനയ്ക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ബാലേട്ടനോട് ചോദിച്ചോളാൻ പറയും. അത് ചോദിക്കും എനിക്ക് വേണ്ടി ആയിരിക്കും ഈ ഒരു യാത്ര ഇല്ലയോ അങ്കിളേന്ന് ചോദിക്കും. എനിക്കതിനെക്കുറിച്ചൊന്നും വിശദമായിട്ട് അറിയത്തില്ല അലീന, എന്തുണ്ടെങ്കിലും ബാലേട്ടൻ തന്നെ പറയണമെന്നും. ശരി, എങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് ഗോവർദ്ധൻ അങ്ങ് പോവുകയാണ്. അത് കഴിഞ്ഞ് എല്ലാവരും കൂടി ഡൈനിങ് ടേബിളിൽ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് അലീന എല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പി കൊടുക്കും. പക്ഷേ ബാലേന്ദ്രൻ ഒന്നും കഴിക്കത്തുമില്ല, നല്ല വിഷമത്തിലുമാണ്. ആ സമയം ബബിത ചോദിക്കും എന്താ അച്ഛൻ ഒന്നും കഴിക്കാതെയെന്ന് പറയും. അപ്പോഴത്തേക്ക് കൃഷ്ണ പറയും അലീന ചേച്ചി ഇവിടുന്ന് പോകുന്ന വിഷമം കൊണ്ട് അച്ഛനൊന്നും കഴിക്കാതെയെന്ന് പറയും. രോഹിത്തും പറയും ശരിയാ, അച്ഛന് നല്ല സങ്കടമുണ്ട്, ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടും ചേച്ചിക്ക് നിർബന്ധമില്ലേ ഞങ്ങളെ വിട്ട് പോകണമെന്നുള്ളത്. ചോദിക്കും മോനെ അത് ഞാൻ വേണ്ട, ഒന്നും പറയണ്ട, ചേച്ചി ഇങ്ങനെ ചെയ്യുമോ ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. ചേച്ചി എന്ന് ഞങ്ങളുടെ കൂടെ വേണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. ചേച്ചിക്ക് ഞങ്ങളെ വിട്ട് പോകണമെന്ന് തന്നെയാണല്ലോ എന്ന് പറയും. പക്ഷേ അലീനയ്ക്കൊന്നും പറയാൻ പറ്റത്തില്ല. ബാലേന്ദ്രൻ പറയും വേണ്ട, ഇനി ആരും ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട, തീരുമാനങ്ങളൊന്നും ആരും മാറ്റിയേ വേണ്ടെന്ന് ബാലേന്ദ്രൻ പറയും. അത് കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്ക് നല്ല വിഷമമാവുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം റൂമിലോട്ടൊക്കെ പോവുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ വൈജയന്തിയും മനുഷ്യങ്കരനാണ് കാണിക്കുന്നത്. അങ്ങനെ മനുഷ്യങ്കർ വൈജയന്തിയായിട്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കും എന്താ ആൻറ്റിയുടെ ഉദ്ദേശം എന്ന് ചോദിക്കും. അല്ല തിരിച്ച് വീട്ടിലോട്ട് പോകുന്നില്ലെന്ന് ചോദിക്കും.
ഞാൻ വീട്ടിലോട്ട് പോകുന്നതിനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അലീനെ അവിടുന്ന് മാറി താമസിക്കണം, അലീനെ അവിടുന്ന് പോകണം, പിന്നെ ബാലേന്ദ്രൻ തന്നെ എന്നെ തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണം. ഇതിന് രണ്ടിനും അവർ തയ്യാറായെങ്കിൽ മാത്രമേ ഞാൻ വീട്ടിലോട്ട് പോകത്തുള്ളൂ എന്ന് പറയും. അത് രണ്ടും നടക്കത്തില്ലെന്ന് ആൻറ്റിക്ക് അറിയാമല്ലോ. ആയിക്കോട്ടെ, എങ്കിൽ പിന്നെ ഞാൻ പോകുന്നില്ല, ഇവിടെ തന്നെ നിൽക്കാം. ആൻറ്റിക്ക് ആരോടായി വാശി എന്ന് ചോദിക്കും. എനിക്ക് ആരോടും വാശിയില്ല ആൻറ്റിക്ക്, എനിക്ക് എന്നോട് തന്നെ വാശി എന്ന് പറയും. ആൻറ്റിക്ക് മക്കളോടും ഭർത്താവിനോടും ഒക്കെ വാശിയാണ്. ആൻറ്റി അങ്കിളുമായിട്ട് വാശി പിടിക്കുമ്പം അവിടെ തോറ്റു പോകുന്നത് ആൻറ്റിയുടെ മക്കളാണെന്ന് പറയും. എനിക്ക് എൻ്റെ മക്കളെ വേണം. അപ്പോൾ ആൻറ്റിക്ക് മക്കളെ വേണം, പക്ഷേ മക്കൾക്ക് വേണ്ടിയാണോ ആൻറ്റി ഇപ്പോൾ ജീവിക്കുന്നത് ചോദിക്കും. ഞാനെൻ്റെ മക്കൾക്ക് വേണ്ടി തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ അവർക്ക് എന്നെ വേണ്ടല്ലോ, അവർക്കിപ്പം വേറൊരു അമ്മയെ കിട്ടിയിട്ടുണ്ടല്ലോ, അലീന. എന്നെ വേണ്ടല്ലോ, എന്നെ വേണ്ട മക്കളാണെന്നാൽ അവർ എൻ്റെ കൂടെ നിന്നേനെ. ഞാൻ വേറെ വീട് വാടകയ്ക്ക് എടുത്ത് അവരെ കൂട്ടിക്കൊണ്ട് പോകാനിരുന്നേ. അപ്പോൾ അവർക്ക് എൻ്റെ കൂടെ വരാൻ താല്പര്യമില്ല, അവർക്ക് അലീനെ മതിയല്ലോ. ഇത്രയും നാൾ നോക്കി വളർത്തി അമ്മയേക്കാൾ വലുതാണെന്ന് പറയും അവൾ. ആൻറ്റി ഇങ്ങനെ ഒരു പക്ഷം മാത്രം കേട്ടുകൊണ്ട് സംസാരിക്കരുത്. ആൻറ്റി ഇത്രയും വാശി പിടിക്കേണ്ട കാര്യമില്ല. ആൻറ്റി ഒന്ന് അയഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇവിടെ. അലീന ആർക്കൊരു ദ്രോഹവും ചെയ്യാതെ ആ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അങ്കിളിനും ആൻറ്റിയുടെ മക്കൾക്ക് സന്തോഷമാവും. ആൻറ്റിക്ക് പഴയതുപോലെ സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാം. ആൻറ്റി എത്ര കാലം ഇവിടെ ഇങ്ങനെ നിൽക്കും, അതും ഭർത്താവിൻ്റെ മക്കളെയൊക്കെ പിരിഞ്ഞ് നോക്കും. എൻ്റെ തീരുമാനത്തിന് യാതൊരു മാറ്റമില്ല മനു. ഞാൻ എന്തോ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ലേ. ബാലേന്ദ്രനെ വിവാഹത്തിന് മുമ്പ് ജനിച്ച മകളാണെന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ ഇത്രയും ഇങ്ങനെയല്ലേ ഞാൻ പ്രതികരിച്ചോളൂ. ഞാൻ എന്തോ ഡിമാൻഡ് വെച്ചത്, അവളെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കണം, അത്രയല്ലേ ഞാൻ പറഞ്ഞോളൂ. പക്ഷേ അതിന് ബാലേന്ദ്രൻ തയ്യാറാകുന്നില്ല. ബാലേന്ദ്രൻ്റെ മോളെ ഉപേക്ഷിക്കാൻ വയ്യ, ഭാര്യ പോയാലും കുഴപ്പമില്ലെന്ന് പറയും. ഇപ്പോൾ എൻ്റെ മക്കളെയും കൂടി അവളുടെ സൈഡ് ചേർത്തപ്പം ബാലേന്ദ്രൻ തൃപ്തിയായല്ലോ എന്ന് നോക്കും. ആൻറ്റി അങ്കിളൊരു തെറ്റ് ചെയ്തു വിവാഹത്തിന് മുമ്പ്, ശരിയാണ്. ഈ പറയുന്ന ആൻറ്റിയും ഇവിടെ ഉള്ളവരും ആരും ഒരു തെറ്റും ചെയ്തില്ല. ആൻറ്റി വിവാഹത്തിന് മുമ്പ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നോക്കും. ഒരു തെറ്റും ചെയ്യാത്തവനാണെങ്കിൽ അങ്ങനെ പറയാം, തെറ്റ് ചെയ്തവരാണ്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, പുണ്യാളന്മാരാന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് പറയും. ശരി, ആൻറ്റിയുടെ തീരുമാനം പോലെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞങ്ങ് പോവുകയാണ്. ഇത് കേൾക്കുന്നതും വൈജയ്ക്ക് പെട്ടെന്നൊരു ഭയം തോന്നുന്നുണ്ട്. കാരണം താൻ വിവാഹത്തിന് മുമ്പ് പ്രഗ്നൻ്റ് ആയതും പ്രസവിച്ചതും ഉള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വൈജയുടെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ, വിവാഹത്തിന് മുമ്പ് ആൻറ്റി ഒരു തെറ്റ് ചെയ്തിട്ടില്ലേ എന്നുള്ള മനുവിൻ്റെ ആ ചോദ്യം കൂരിരുമ്പ് തറയ്ക്കുന്ന കണക്കുള്ള ഒരു കുത്തുമുന വെച്ചൊരു ചോദ്യമായിരുന്നു ചോദിച്ചത്. ആ ചോദ്യം ചെയ്യലിൽ തന്നെ വൈജ പെട്ടെന്ന് മനുവിൻ്റെ ചോദ്യത്തിന് മുമ്പിലൊന്നും പതറിപ്പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് യാത്ര പുറപ്പെടാൻ വേണ്ടി ഗോവർദ്ധനും ബാലേന്ദ്രനും കൂടി ഇറങ്ങി വരികയാണ്. അങ്ങനെ ഡോറിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് എല്ലാവരെയും ഇങ്ങനെ ബാലേന്ദ്രൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഭവ്യ ചോദിക്കും, അച്ഛാ ഇത്ര പെട്ടെന്ന് എന്താ ഇങ്ങനൊരു യാത്ര, അതും ഒരു ദൂരയാത്ര? ഇപ്പോൾ ദൂരയാത്ര പോകേണ്ട ആവശ്യമുണ്ട് മോളെ എന്ന് പറയും. അച്ഛൻ ഒറ്റയ്ക്ക്, ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, ഗോവർദ്ധനും കൂടി ഉണ്ടല്ലോ, നിങ്ങൾ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എന്തായാലും ദൂരയാത്ര ഒറ്റയ്ക്ക് പോകത്തില്ല, ഇപ്പോഴത്തെ എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ അനുവദിക്കത്തുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഗോവർദ്ധനെയും കൂട്ടി പോകുന്നത്. നിങ്ങൾ ഗോവർദ്ധനെയും കൂട്ടി പോകാൻ തയ്യാറായിരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഞാൻ പോയതുപോലെയാണ് തിരിച്ചു വരുമെന്ന് പറയും. ഈ യാത്ര ഒരു തിരിച്ചറിവിലേക്കുള്ളൊരു യാത്രയാണ്. എന്തായാലും ഞാൻ പോയിട്ട് വരാം, അതുവരെ നിങ്ങളെന്തായാലും സന്തോഷമായിട്ടിരിക്കാൻ പറയും. പിന്നെ അലീനെ അടുത്ത് പറയും, ഞാൻ 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരും, 2 ദിവസം കഴിഞ്ഞതിന് ശേഷം നിനക്ക് ഇവിടുന്ന് പോയാൽ പോരെ എന്ന് അലീനയോട് ചോദിക്കും. അപ്പോൾ അലീന ഒന്നും പറയത്തില്ല. ശരി എന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ അങ്ങ് കാറിലോട്ട് കയറുകയാണ്. കാറിലോട്ട് കയറുന്നതിന് മുമ്പ് ബാലേന്ദ്രൻ അലീനയെ ഒന്ന് തിരിഞ്ഞ് നോക്കുന്നുണ്ട്. ബാലേന്ദ്രൻ പോകുന്നത് അലീനയുടെ യഥാർത്ഥ അച്ഛൻ സ്റ്റാൻലിയെ അന്വേഷിച്ചാണ് ബാലേന്ദ്രൻ പോകുന്നത്. അത് ഗംഗാധരൻ വഴി മാത്രമേ സ്റ്റാൻലിയിലോട്ടുള്ളൊരു വഴി കടന്നു കിട്ടത്തുള്ളൂ. അപ്പോൾ ഗംഗാധരനെ അന്വേഷിച്ചാണ് ഗോവർദ്ധനും ബാലേന്ദ്രനും കൂടി പോകുന്നത്. അപ്പോൾ നമ്മുടെ അലീനയുടെ അച്ഛൻ സ്റ്റാൻലിയെ കണ്ടെത്താൻ നമ്മുടെ ബാലേന്ദ്രന് കഴിയുമോ? അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അതിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.